ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അർച്ചന ഇപ്പോൾ മരുന്ന് കുടിക്കുന്നുണ്ട്. ആ സമയം അർച്ചന നോക്കുന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ പറയുന്നുണ്ട്, ഇതോടുകൂടി മരുന്ന് ചികിത്സ അവസാനിച്ചു. ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചികിത്സയെല്ലാം തീർന്നോ എന്ന്. വിധിപ്രകാരമുള്ള മരുന്നുകളെല്ലാം തന്നു കഴിഞ്ഞു, ഇനി ആത്മസമർപ്പണ പൂജയെ ബാക്കിയുള്ളൂ എന്ന് അവർ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, അതെപ്പോഴാണെന്ന്. ഉടനെ അവർ പറയുന്നു, നാളെയാണെന്ന്. പൂജകളെല്ലാം കഴിയുന്നതോടുകൂടി നഷ്ടപ്പെട്ട ഓർമ്മകൾ സമൃദ്ധിക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് ആദ്യം ഒന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിലും പിന്നെ അർച്ചനയ്ക്ക് വളരെയധികം സങ്കടം തുടങ്ങിയിരിക്കുന്നുണ്ട്. ഉടനെ അവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഇത്ര പെട്ടെന്ന് ഓർമ്മകൾ തിരിച്ചു കിട്ടണ്ടെന്ന് തോന്നിയോ എന്നവർ ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന പറയുന്നുണ്ട്, അതല്ല, തിരിച്ചു കിട്ടുന്ന ഓർമ്മകൾ എന്തായിരിക്കുമെന്ന് ഓർക്കുമ്പോൾ ഒരു പേടി പോലെ. പേടിയോ, എന്തിന് എന്നവർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, എന്നോ ഒരിക്കൽ മറന്നു പോയതല്ലേ എല്ലാം, അതൊക്കെ നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ എന്ന് ആർക്കറിയാം. ഉടനെ അവർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കേണ്ടതില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചികിത്സയും പൂജയും ഒക്കെ നടത്തിയത് ഓർമ്മ തിരിച്ചു കിട്ടാനല്ലേ. അതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ അടിക്കാതെ എല്ലാം നല്ലതായി തീരാൻ പ്രാർത്ഥിച്ചാൽ മതി. ഗോകുലിനെ മോളെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് അർച്ചന അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവരെ വിളിക്കാമെന്ന് പറഞ്ഞ് ഗുരുജിയുടെ അടുത്തും പോകണമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. ശേഷം കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയുടെ കൂടെ ഇപ്പോൾ മൂർത്തിയും കബീർ ഖാനും നിൽക്കുന്നുണ്ട്. ഈ ആശ്രമത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ആ ശിവയോഗി വെറുതെ വേഷം കെട്ടി നടക്കുന്ന ഒരാളല്ല. എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് അയാളുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ഞാൻ എങ്ങനെ ബോധം കെട്ട് വീണു എന്നിങ്ങനെ പറയുന്നുണ്ട് അവന്തിക. ഉടനെ മൂർത്തി പറയുന്നുണ്ട്, അത് ശിവയോഗിയുടെ ബ്ലാക്ക് മാജിക് തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. അയാൾക്ക് എന്തൊക്കെയോ ശക്തിയുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ ഇത്രയും കരുതിയില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. മാഡം, എത്ര ബ്ലാക്ക് മാജിക് ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിരിക്കും എന്നിങ്ങനെ മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, വെറുതെ എന്തെങ്കിലും പറയില്ലേ മൂർത്തി, വെറുതെ എന്തെങ്കിലും പറയരുത് മൂർത്തി. സച്ചിയും ആരതിയും ഇവിടെ എത്താതെ നോക്കാമെന്ന് മൂർത്തി പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തായി, അവരിവിടെ എത്തിക്കഴിഞ്ഞു. അത് തടയാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ എന്നിങ്ങനെ അവന്തിക ചോദിക്കുമ്പോൾ കബീർ ഖാൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി താമസിക്കാൻ പാടില്ല, സച്ചിയെ നമുക്ക് ഇന്ന് തന്നെ തീർത്ത് കളയാം എന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞാൽ പോരാ, തീർക്കണം എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ തീർത്തിരിക്കും എന്ന് കബീർ ഖാനും പറയുന്നു. ഉടനെ അവന്തിക പറയുന്നുണ്ട്, അവനെ തീർത്തത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടാൻ പാടില്ല, കിട്ടിയാൽ അവൾ എന്നെ തിരിച്ചറിയും. ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, മാഡം ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തുകൊള്ളാം. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഈ രാത്രി നമുക്ക് പ്രധാനമാണ്. സച്ചി, അവൻ ഇന്ന് തീർത്തിരിക്കണം. മാഡം ധൈര്യമായിട്ടിരിക്കുക, അവനെ ഞങ്ങൾ ഇന്ന് തീർത്തിരിക്കും എന്ന് കബീർ ഖാൻ പറയുന്നു. അങ്ങനെ മൂർത്തിയും കബീർ ഖാനും അവിടെ നിന്നും പോവുകയാണ്. ശേഷം കാണിക്കുന്നത് ഗോകുലിനെയാണ്. ഗോകുൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേസിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റിവെക്കാനും ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് ഗോകുൽ. ഗൗരിമോളാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൗരിയെ നോക്കി ഇങ്ങനെ ഗോകുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പാവം, സംഭവിക്കാൻ പോകുന്നതൊന്നും എൻ്റെ കുഞ്ഞ് അറിയുന്നില്ലല്ലോ. ഇന്നത്തെ ഈ രാത്രി കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ എൻ്റെ കുഞ്ഞിന് കഴിയും. ഇത്രയും കാലം അമ്മയെന്ന് വിളിച്ചത്, കൊഞ്ചിച്ചതും കൈപിടിച്ച് നടത്തിയതും താരാട്ടുപാടി ഉറക്കിയതും സ്വന്തം അമ്മയല്ലെന്ന് ഞാൻ എങ്ങനെ എൻ്റെ മോളോട് പറഞ്ഞ് മനസ്സിലാക്കും? എൻ്റെ കുഞ്ഞിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ഗൗരിയെ നോക്കി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് ഗോകുൽ. ഈ സമയത്താണ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് സച്ചിയും ആരതിയും അവിടേക്ക് വരുന്നത്. സച്ചിയങ്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഗൗരി മോളും ഓടി സച്ചിയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മോളെ ഇവിടെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാനാകെ ബോറടിച്ചിരിക്കുകയായിരുന്നു എന്ന് ഗൗരിയും പറയുന്നു. ആരതിയുടെ കയ്യിൽ കവർ ഇരിക്കുന്നത് കണ്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, ഇതെന്താ കവറൊക്കെ എന്ന്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, സാർ ഞങ്ങളോട് നോ എന്ന് പറയരുത്, എന്താ കാര്യം പറയുക എന്നിങ്ങനെ ഗോകുൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഉടനെ ആരതി പറയുന്നുണ്ട്, സാർ വേറൊന്നുമല്ല, നാളെ ചിത്രാ പൗർണമിയല്ലേ, അതിന് ഉടുക്കാൻ സമൃദ്ധ മാഡത്തിന് ഒരു സാരി ഞങ്ങളുടെ ഭാഗ്യമാകട്ടെ എന്ന് കരുതി. ഇതാ സാരിയാണെന്ന് ഇങ്ങനെ ആരതി പറയുമ്പോൾ അതൊക്കെ ഞാൻ അമ്മയെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ഗോകുൽ പറയുന്നു. അയ്യോ സാർ, അങ്ങനെ പറയരുത്, ഞങ്ങളിത് മേടിച്ചു കൊണ്ട് വന്നതല്ലേ, സച്ചിയെ ഇത് സെലക്ട് ചെയ്തത് എന്നൊക്കെ ആരതി പറയും. അത് വാങ്ങിക്കച്ച ആൻറ്റിയും മംഗളും തരുന്ന ഗിഫ്റ്റ് അല്ലേ എന്ന് ഗൗരി ഇപ്പോൾ ഗോകുലിനോട് പറയുന്നുണ്ട്. മോള് പറയുന്നത് കേട്ടില്ലേ സാർ, ഞങ്ങൾ സന്തോഷത്തോടെ തരുന്ന ഗിഫ്റ്റാണിത് എന്ന് സച്ചിയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗോകുൽ അത് ആരതിയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. എന്നിട്ട് മോള് തന്നെ പിടിച്ചു എന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഗൗരി പറയുന്നു, ഞാനെനിക്കതൊന്ന് തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഗൗരി അതുകൊണ്ട് പോയി തുറന്നു നോക്കുന്നുണ്ട്. നാളെ പൂജ കഴിയുന്നത് കൂടെ മാഡത്തിൻ്റെ ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടും അല്ലേ സാർ? ഇത്രയും നാളും ഒരാൾ ഓർമ്മയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ്. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, അതെ,
സമൃദ്ധ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴം ഞാൻ അടുത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ട്. നാളത്തെ പൂജയോടുകൂടി ചിലപ്പോൾ സമൃദ്ധിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടും എന്നൊക്കെ ഗോകുൽ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, സാറിൻ്റെ ഭാര്യ വളരെയധികം ലക്കിയാണ്. മറ്റാരാണെങ്കിലും നഷ്ടപ്പെട്ട ഭാര്യയുടെ ഓർമ്മ തിരിച്ചു പിടിക്കാൻ ഇങ്ങനെ നടക്കില്ല. സാറിന് ഭാര്യയോടുള്ള സ്നേഹം എത്രയാണെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി, അല്ലേ വക്കീലെ എന്നിങ്ങനെ സച്ചി ആരതിയോട് ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, സത്യം എനിക്കും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, ഒപ്പം ജീവിക്കുന്ന പാർട്ട്ണറിനോട് സ്നേഹവും വിശ്വാസവും മാത്രം പോരാ, അവരോട് എല്ലാ കാര്യങ്ങളിലും നീതിയും കാണിക്കണം. ആ നീതി സമൃദ്ധിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, എന്നാലും സാരമില്ല. നാളെ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ ഗോകുൽ പറയുന്നു. അടേ സച്ചിയുടെ കാര്യം എന്തായി? ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഗോകുൽ. ഞാനിവിടെ വന്നത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ചിത്രാ പൗർണമി ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അർച്ചനെ തിരിച്ചു കിട്ടുമെന്ന് വക്കീൽ പറഞ്ഞു. എൻ്റെ അർച്ചനെ തിരിച്ചു കിട്ടാൻ ലോകത്ത് എവിടെ പോയി പ്രാർത്ഥിക്കാനും ഞാൻ ഒരുക്കമാണ് എന്ന് സച്ചി പറയുമ്പോൾ സച്ചിയുടെ പ്രാർത്ഥന സഫലമാകും, സച്ചിക്ക് ഭാര്യയെ തിരിച്ചു കിട്ടും എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട്, സമൃദ്ധിക്ക് മകളെ കാണണമെന്ന് ആണോ? എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാമെന്ന് ഗോകുൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വന്ന് കാണാം എന്ന് സച്ചി പറയുമ്പോൾ ഉടനെ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, പാടില്ല, പുറമേ നിന്നുള്ള ആർക്കും സന്ദർശനത്തിന് അനുമതിയില്ല. എത്ര അടുത്ത ബന്ധത്തിലുള്ളവരാണെങ്കിൽ പോലും ഗുരുജിയുടെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് അവരിപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരും നാളെ രാവിലെ പൂജ സമയത്ത് അവിടെ ഉണ്ടാകണം, ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ് എന്ന് ഗോകുൽ ഇപ്പോൾ ആരതിയോടും സച്ചിയോടും പറയുന്നു. നാളെ പൂജ കഴിയുമ്പോൾ മാഡത്തെ പരിചയപ്പെടാമെന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗോകുലും ഗൗരിയും കൂടി അർച്ചനയെ കാണാനായി എത്തിയിട്ടുണ്ട്. അമ്മ ഇത് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ സാരി അർച്ചനയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഗൗരി. അർച്ചന ഇപ്പോൾ അത് തുറന്നു നോക്കുന്നു. അത് തുറന്നു നോക്കിയിട്ട് ചുവന്ന പട്ടുസാരി എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അർച്ചന. അർച്ചനയ്ക്ക് ഒരുപാട് ആ സാരി ഇഷ്ടപ്പെട്ടു. ഇതാര് കൊണ്ടുവന്നതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ഗൗരി ചോദിക്കുന്നുണ്ട്. നാളെ രാവിലെ അർദ്ധനാരീശ്വരന് മുൻപിൽ ആത്മസമർപ്പണ പൂജയ്ക്ക് ഉടുക്കാനുള്ള സാരിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഗോകുൽ. ഇത് കണ്ട് അവിടുത്തെ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇത് ചെമ്പട്ടാണല്ലോ, ദേവി ധരിക്കുന്ന അതേ സാരി, ഇതാരുടെ സമ്മാനമാണ്, ഗോകുലിൻ്റെ ആണോ എന്നിങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരി പറയുന്നുണ്ട്, അല്ല, അമ്മയ്ക്കൊന്ന് ഗസ് ചെയ്യാവോ എന്ന്. അപ്പോൾ അമ്മയാണോ? ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, അല്ല, എങ്കിലും അവന്തികയായിരിക്കും എന്ന് പറയുമ്പോൾ അവരാരുമല്ല, ഇത് സച്ചിയങ്ങളും മാരുതി ആൻറ്റിയും കൂടെ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ ഗൗരി അർച്ചനയോട് പറയുന്നു. ഇത് കണ്ട് ഇപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ആത്മസമർപ്പണത്തിനിരിക്കുമ്പോൾ ഉടുക്കേണ്ട പട്ടുസാരി ആരെങ്കിലും സമ്മാനമായി തരുന്നത് ഒരു നല്ല നിമിത്തമാണ്, എല്ലാം ശുഭമായി വരുന്നതിൻ്റെ സൂചനയാണ് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്താ ഗോകുൽ അവരെനിക്ക് സാരി സമ്മാനമായി തന്നിട്ട് അകത്തേക്ക് വരാതിരുന്നത് എന്ന് ഉടനെ ഗോകുൽ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ അർച്ചനയെ കാണാൻ മറ്റാർക്കും അനുവാദമില്ല, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് അവർ പോയി എന്ന് ഗോകുൽ പറയുന്നു. സാരമില്ല, നാളെ കാണാം, ഇന്ന് അവർ ഇവിടെ സ്റ്റേ ആണ്, പൂജയ്ക്ക് ഞാൻ അവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട്. ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അർച്ചന. ഇത് അമ്മ കൊടുത്താൽ സൂപ്പറായിരിക്കും എന്ന് ചിരിച്ചുകൊണ്ട് ഗൗരി മോളും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗൗരിയും അർച്ചനയും കൂടി സംസാരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇപ്പോൾ ഗോകുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നാളെ രാവിലെ സമൃദ്ധ എൻ്റെ മോൾക്ക് അന്യായി മാറിയാൽ, അങ്ങനൊന്നും സംഭവിക്കില്ല, എന്തൊക്കെ ഓർമ്മ വന്നാലും സമൃദ്ധയ്ക്ക് ഗൗരിമോളെ മറക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ് ഗോകുൽ. ഇതുവരെ സംസാരം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആ സ്റ്റാഫ് വീണ്ടും വരുന്നുണ്ട്. ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കിടക്കുകയാണ് എന്നിങ്ങനെ ഗൗരി പറയുമ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട്, അത് പാടില്ല, ഇന്ന് അമ്മ ഇന്ന് ഒറ്റയ്ക്കാണ് കിടക്കേണ്ടത്, ഇന്ന് ഒരു ശബ്ദം പോലും അമ്മയെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഗൗരി വാശി പിടിക്കുന്നുണ്ട്. ഉടനെ ഇപ്പം അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങി, നാളെ മുതൽ അമ്മയുടെ കൂടെ കിടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിപ്പോൾ അർച്ചന സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗോകുലും ഗൗരിമോളും കൂടെ പോകാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഗോകുൽ ഒരു മിനിറ്റ്, നാളെ സമൃദ്ധിയെ പൂജയ്ക്ക് ഒരുക്കിക്കൊണ്ട് പോകുന്നത് ഇവിടെ നിന്നാണ്, അതിനു മുൻപ് ഇനി നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയോ സംസാരമോ ഉണ്ടാകില്ല, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതിന് മുൻപുള്ള അവസാന കൂടിക്കാഴ്ചയാണിത്, പ്രത്യേകമായിട്ട് സമൃദ്ധിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്നവർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗോകുൽ അർച്ചനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അർച്ചനയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്ക്, എൻ്റെ പ്രാർത്ഥനയുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ വളരെ സങ്കടത്തോടെ ഇപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്. ഗോകുലിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ ഗോകുൽ ഇപ്പോൾ മോളെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് ഗോകുൽ. ഇത് കണ്ട് അർച്ചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഗോകുലിൻ്റെ കണ്ണ് നിറഞ്ഞല്ലോ, സന്തോഷം കൊണ്ടായിരിക്കും, നാളെ മുതൽ എൻ്റെ രണ്ടാം ജന്മമാണ്,
എല്ലാ ഓർമ്മകളോടും കൂടിയുള്ള എൻ്റെ രണ്ടാം ജന്മം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ശേഷം സമയം രാത്രിയായിട്ടുണ്ട്. ഇപ്പോൾ അവന്തികയും മൂർത്തിയും കബീർ ഖാൻ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, മേഡത്തിൻ്റെ ശത്രുവിനെ തീർത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് കബീർ ഖാൻ പറയും. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടിയാൽ ആ നിമിഷം തന്നെ സച്ചിയെ തീർത്തിരിക്കണം. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ അവനുണ്ടാകരുത്. പറ്റുമെങ്കിൽ ഈ രാത്രി തന്നെ അവനെ തീർക്കണം എന്ന് അവന്തിക ഇപ്പോൾ കബീർ ഖാനോട് പറയുന്നു. ശേഷം അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന ഇപ്പോൾ അവർ തമ്മിൽ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഗോകുൽ പറഞ്ഞിട്ട് പോയതും ഗോകുൽ വിഷമിച്ച് നിന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചന ഇങ്ങനെ ആകെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉറക്കം വരാതെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ആ സാരി എടുത്ത് വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അർച്ചന. ശേഷം ഇപ്പോൾ സച്ചിയും ആരതിയുമാണ് കാണിക്കുന്നത്. അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. ആരതി അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഭക്ഷണം വിളമ്പിയിരുന്നതും ഉണ്ടാക്കിയിരുന്നതൊക്കെ അവരുടെ കൂട്ടത്തിൽ ഞാനും ചെയ്യുമായിരുന്നു എന്നൊക്കെ, ഇവിടെ നിന്ന സമയത്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വക്കീലിനെ കെട്ടുന്ന ആൾക്ക് എന്തായാലും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന്. ആരാണോ ആ ഭാഗ്യവാൻ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ ഭാഗ്യം സച്ചിക്ക് കിട്ടണമെന്ന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. സച്ചിയുടെ മനസ്സിൽ അർച്ചന ഇപ്പോഴും ഒരു വിഗ്രഹമായിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരതി. അങ്ങനെ അവർ വീണ്ടും ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആരതി വക്കീൽ പറയുന്നുണ്ട്, എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ. ഉടനെ സച്ചി പറയുന്നുണ്ട്, അത് അങ്ങനെയൊന്നുമല്ല, ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എനിക്ക് അർച്ചനയോട് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഉപേക്ഷിക്കാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് പതുക്കെ അവൾ എൻ്റെ ജീവനായി മാറി എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ജനലിൻ്റെ സൈഡിൽ വന്ന് സാരിയും പിടിച്ചുകൊണ്ട് അർച്ചന ആ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു മരച്ചുവട്ടിലാണ് ഇപ്പോൾ സച്ചി ഇരുന്ന് സംസാരിക്കുന്നത്. സച്ചി ഒരു കമ്പിളി എടുത്ത് പുതച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അർച്ചന പക്ഷേ അത് അവിടെ ആരാണ് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.